എൻ്റെ പേര് റസിയ. ഞാനിവിടെ പറയുന്നത് എൻ്റെ ജീവിതാനുഭവമാണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയത്തി എന്നിവരാണുള്ളത്. എനിക്കിപ്പോൾ 29 വയസ്സ് കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട്. മോനാണ്. മോനിപ്പോൾ 5 വയസ്സായി. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണിപ്പോൾ. പുള്ളിക്കാരൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിനെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. എന്നാലും മറ്റ് കാര്യങ്ങളിൽ അത്ര ഉഷാറല്ല. അതിന് കാരണം പെട്ടെന്നുള്ള ഒഴുക്കാണ്. എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോഴേ എല്ലാം അവസാനിക്കും. അതുകൊണ്ട് എനിക്ക് മിക്ക ദിവസങ്ങളിലും ഒന്നും കിട്ടാറില്ലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നാട്ടിലുള്ളപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ലെങ്കിലും വെളുത്തിട്ടാണ്, ആവശ്യത്തിന് പൊക്കവുമുണ്ട്. ഒരിക്കൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തോ കടിച്ച പോലെ എനിക്ക് തോന്നി. നല്ല വേദനയും 2-3 സ്ഥലത്ത് ചെറിയ പാടുമുണ്ട്. ഞാൻ വേഗം ഇക്കയെ വിളിച്ചു. ഇക്ക എഴുന്നേറ്റ് ചോദിച്ചു, എന്താടി, മനുഷ്യനെ കിടത്തില്ലേ? ഇന്നിന് വയ്യ, നാളെ ആവട്ടെ. ഇക്ക, അതല്ല, എന്തോ എൻ്റെ ദേഹത്ത് കടിച്ചു, നല്ല വേദന. എന്ത് കടിക്കാൻ? നിനക്ക് തോന്നിയതാവും. അല്ല ഇക്ക, നന്നായി വേദനിക്കുന്നുണ്ട്. എവിടെ? ലൈറ്റ് ഓണാക്കട്ടെ. ഇക്ക എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. എവിടെ വേദന? പുറത്തൊക്കെ വേദനയുണ്ട്, എൻ്റെ വയറ്റിലുമുണ്ട്, ഞാൻ പറഞ്ഞു. ഞാനെല്ലാം മാറ്റി നോക്കിയപ്പോൾ ചുവന്നൊരു പാട് വയറ്റിൽ ഞാൻ കണ്ടു. ഇത് കണ്ടോ ഇക്ക പാട്? ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്കൂ മനുഷ്യ. എങ്ങോട്ടാ നിങ്ങൾ നോക്കുന്നത്? ആ, ശരിയാണല്ലോടി, ഒരു പാടുണ്ടല്ലോ. അതല്ലേ ഇക്ക, ഞാൻ കുറേ നേരമായി പറയുന്നു, നല്ല വേദനയുണ്ട്. ആണോ? ആ ഇക്ക, പുറത്ത് നല്ല വേദനയാ, ഒന്ന് നോക്കിക്കേ. ഞാൻ തിരിഞ്ഞിരുന്നു. ഇക്ക എൻ്റെ പുറത്ത് നോക്കിയിട്ട് 2-3 ഭാഗം ചുവന്നിരിക്കുന്ന പോലെ കണ്ടു. എന്തോ കടിച്ച പോലെ ഉണ്ടല്ലോടി, ഉറുമ്പോ മറ്റോ ആകും. ഉറുമ്പായിരുന്നെങ്കിൽ ഇത്ര വേദന എടുക്കൂ ഇക്ക, നല്ല വേദനയുണ്ട്. ആ, നീ തൽക്കാലം വല്ല ഓയിൽമെൻറ്റ് പുരട്ടി കിടക്ക്, നാളെ നോക്കാം. ശരി, നോക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് പോയി മുറിവിനുള്ള ഓയിൽമെൻ്റ് എടുത്ത് തേച്ചു. ആദ്യം കുറച്ച് നീറിയെങ്കിലും പിന്നെ ഇത്തിരി ആശ്വാസം കിട്ടിയപ്പോൾ വന്ന് കിടന്നു. ഞാൻ ഇക്കയെ കെട്ടിപ്പിടിച്ചു. ഇക്കമല്ലേ എൻ്റെ കൈ മാറ്റി വെച്ചു. എന്നിട്ട് അടങ്ങിക്കിടക്കാൻ പറഞ്ഞു. ഉള്ളിൽ സങ്കടം തോന്നിയെങ്കിലും ഞാൻ നിർബന്ധിക്കാൻ പോയില്ല, തിരിഞ്ഞു കിടന്നു. എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേ ദിവസം കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിച്ചു. എന്നിട്ട് മുറിവിലേക്ക് നോക്കി. ഇന്നലത്തെ പോലെയല്ല, പാടുകൾ വന്ന് തടിച്ചിട്ടുണ്ട്. ഞാൻ ഇക്കയെ വിളിച്ചു. ഇക്ക അപ്പോഴും ഉറക്കം തന്നെ. ഞാൻ വിളിച്ചുണർത്താൻ നോക്കി. ഇക്ക കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കി. ഇക്കാക്ക് ആകെയുള്ളത് ഉമ്മ മാത്രമാണ്. ഇക്കയുടെ ചെറുപ്പത്തിലെ വാപ്പ മരിച്ചിരുന്നു. അതുകൊണ്ട് വേറെ കുട്ടികളൊന്നുമില്ല. മോനാണെങ്കിൽ ഇക്കയുടെ ഉമ്മയുടെ കൂടെയാണ് കിടപ്പ്. ഉമ്മുമ്മ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ടാ. ഞാൻ ചായ ഉണ്ടാക്കി ഉമ്മയുടെ അടുത്ത് ചെന്നു. ഉമ്മ എഴുന്നേറ്റ് പത്രം വായിക്കായിരുന്നു. ഞാൻ ചെന്ന് ഉമ്മയുടെ ഇന്നലത്തെ സംഭവങ്ങൾ പറഞ്ഞ് വയറ്റിലെ പാടും കാണിച്ചു കൊടുത്തു. അന്നേരം ഉമ്മ പറയാണ്, ഇതെന്താ മോളെ, ഇതെങ്ങനെ പറ്റി? ഞാൻ പറഞ്ഞു, ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഉണ്ടായതാണെന്ന്. മോളെ, ഇതാരെങ്കിലും കൂടോത്രം ചെയ്തായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ വരില്ല. അല്ലുമ്മ, ഇതെന്തോ കടിച്ചതാ. ഡോക്ടറിനെ ഒന്ന് കണ്ടു നോക്കാം, ഇക്കയും കൂടി കൊണ്ടുപോകാം രാവിലെ, ഞാൻ പറഞ്ഞു. എന്നാലും ഇതൊരുപാടുണ്ടല്ലോ മോളെ, ഡോക്ടറെ കണ്ടു വന്നിട്ട് ഉസ്താദിനെ ഒന്ന് കണ്ടു പറയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉമ്മ, ഇത് മരുന്ന് കഴിച്ചാൽ മാറിക്കോളും, ഞാൻ പറഞ്ഞു. എന്നാലും മോളെ ഒന്ന് കണ്ടു നോക്ക്, ഒരുപാട് കുടുംബക്കാർ തന്നെയുണ്ട് ഉപദ്രവിക്കാൻ, അതുകൊണ്ട് എൻ്റെ മോളൊന്ന് കണ്ടേര്. ഉമ്മ വാശി പിടിച്ചാൽ പിന്നെ അത് മാറ്റില്ല, അതുകൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു. ശരി ഉമ്മ, വൈകിട്ട് കണ്ടോളാം. അതെ ഉമ്മ, ഇക്കാക്ക് മറ്റന്നാൾ രാവിലെ പോകണം, ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്, ലീവ് കഴിഞ്ഞു. ഓ, ഞാനത് മറന്നു മോളെ, എത്ര നാൾ കൂടിയാ ഓനെയൊന്ന് കാണുന്നേ. എന്നാലും പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കടന്നുപോയി. അവനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നോ? ആ, അതൊക്കെ ഇന്നും നാളെയുമായി എടുത്തു വെച്ചോളാം ഉമ്മ.
ഞാനിക്കാക്ക് ചായ കൊടുക്കട്ടെ? ചെല്ല്. ഞാൻ ഉമ്മയുടെ മുറിയിൽ നിന്നും ചായയുമായി ഇക്കയുടെ അടുത്തേക്ക് ചെന്നു. ഇക്കയെ വിളിച്ചെഴുന്നേപ്പിച്ച് ചായ കൊടുത്തു. എന്നിട്ട് ഡോക്ടറെ കാണാൻ ഉമ്മ പറഞ്ഞത് ഇക്കയോട് പറഞ്ഞു. ഉമ്മ പറയുന്നത് എന്തും അൻസറിനോട് കേൾക്കുന്ന ഒരു മോനാണ്. അതുകൊണ്ട് എതിർക്കാനൊന്നും നിന്നില്ല. ഉസ്താദിൻ്റെ അടുക്കൽ പോകുന്ന കാര്യത്തിലും രാവിലെ തന്നെ പണിയൊക്കെ ഒതുക്കി ഞാനും ഇക്കയും കൂടി ഡോക്ടറെ കാണാൻ പോയി. അവിടെ തിരക്ക് കുറവായതിനാൽ പെട്ടെന്ന് കണ്ട് തിരിച്ചു പോന്നു. സംഭവം പഴുതാര കടിച്ചതായിരുന്നു. തണുപ്പായപ്പോൾ എങ്ങനെയോ കയറി കൂടിയതാവും. വീട്ടിൽ ചെന്ന് ഉമ്മയുടെ കാര്യം പറഞ്ഞ് മരുന്നും കിട്ടിയെന്നും പറഞ്ഞു. ഇനി ഉസ്താദിനെ കാണാൻ പോണോ എന്ന ചോദ്യത്തിന് ഉമ്മ കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കണ്ട, രണ്ടാളും പോയി ഒന്ന് കണ്ടുപോരെന്ന് പറഞ്ഞു. ഞാനൊന്ന് മൂളി. ഉമ്മയുടെ വാക്കുകൾ കേട്ട് നിൽക്കുകയെ ഇക്കാക്ക് പറ്റൂ. വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് വേഗം പോയി ഒന്ന് കുളിച്ച് നിസ്കരിച്ച് വന്നിട്ട് ആഹാരം കഴിച്ച് ഒന്ന് മയങ്ങി. വൈകുന്നേരം ഉമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. സമയം വൈകിട്ട് 4:30 വേഗം ചെല്ലാൻ ഉമ്മ പറഞ്ഞു. ഞാനും ഇക്കയും വേഗം റെഡിയായി പുറപ്പെട്ടു. ഞാനൊരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഉസ്താദിന് ഫാമിലി ഒന്നുമില്ല, ഒറ്റത്തടി. വേഗം പോയി കണ്ടു വരാലോ, തിരക്കൊന്നും കാണില്ല. അതുറപ്പുള്ളത് കൊണ്ട് ചുരിദാറിട്ടു. ഷോള് കൊണ്ട് തലയിൽ വട്ടം ചുറ്റി ഇക്കയോടൊപ്പം അവിടെ ചെന്നിറങ്ങി. വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ചായ കുടിക്കാൻ ഞങ്ങളെ നിർബന്ധിച്ചു. വേണ്ട എന്ന് ഇക്ക പറഞ്ഞു. വന്നതിൻ്റെ കാരണം ഉസ്താദ് ചോദിച്ചു. ഉണ്ടായ സംഭവം പറഞ്ഞപ്പോൾ ഉസ്താദിന് ചിരിയാണ് വന്നത്. സാരമില്ല, ഉമ്മ പറഞ്ഞതിലും എന്തെങ്കിലും കാര്യമുണ്ടാവും, നോക്കിക്കളയാമെന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ മനസ്സിലോർത്തു, ഉസ്താദ് എങ്ങാനും അവിടെ കണ്ടാലോ, എനിക്കവിടെ നിന്ന് പോയാലോ എന്ന് വരെ തോന്നി. ഇക്കയോട് പറഞ്ഞപ്പോൾ മിണ്ടാതിരിയെന്ന പറയുന്നേ. ഞാൻ എന്തു പറയാൻ? ഉസ്താദ് ഞങ്ങളൊരു മുറിയിൽ കൊണ്ടുപോയി. അവിടെ നിലത്തൊരു പായ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ പ്രാർത്ഥനാ പുസ്തകങ്ങളും ചെറിയ പാത്രത്തിൽ വെള്ളവും 2 ചില്ലുകുപ്പിയിലും അതിലൊന്നിൽ ചുവന്ന നിറത്തിലെ വെള്ളവും മറ്റേതിൽ മഞ്ഞ നിറത്തിലെ വെള്ളവും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ അവിടെ ഒരു കസേരയിലിരുത്തി. എന്നിട്ട് ഇക്കയോട് അല്പസമയം പുറത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇക്ക അതനുസരിച്ച് പുറത്തേക്ക് നിന്നു. എന്തു പറ്റി? വേദന എന്തെങ്കിലും ഉണ്ടോ? ഉസ്താദ് ചോദിച്ചു. ആ, ചെറുതായിട്ടുണ്ട്. പിന്നെ ചുവന്ന് തടിച്ച കുറേ പാടുകളും ഉണ്ട്, ഞാൻ പറഞ്ഞു. എവിടെയാ അത് കാണുന്നേ? അത് ഞാൻ പറയാൻ മടിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു. വയറിൻ്റെ ഭാഗത്തും പുറത്തും. ആണോ? ഒരുപാടുണ്ടോ? ആ, കുറച്ച്, ഞാൻ പറഞ്ഞു. എന്നാൽ തൽക്കാലം ഞാനൊരു മരുന്ന് പുരട്ടിത്തരാം. കുറവില്ലെങ്കിൽ അടുത്ത ദിവസം പോന്നോളൂ. ചിലപ്പോൾ 2-3 നാൾ കൊണ്ട് ഭേദമാകും. ശരി ഉസ്താദേ, ഞാൻ മരുന്നെടുത്തിട്ട് വരാം. പാടുകൾ കാണണം, അതിൽ പുരട്ടുകയും വേണം. പാടുകൾ കാണാൻ പാകത്തിന് എല്ലാം ഒതുക്കി വെച്ചോളൂ, ഉസ്താദ് പറഞ്ഞു. ശരി. എനിക്കെന്തോ ഓരോന്നോർത്ത് ടെൻഷൻ. ഇക്കയാണെങ്കിൽ പുറത്തു. എന്തെങ്കിലും ആകട്ടെ, ഇനി ഉസ്താദിനെ കണ്ട് മരുന്ന് മേടിക്കാതെ വന്നാൽ ഉമ്മയുടെ സ്വഭാവം മാറും എന്നോർത്ത് ഞാൻ തിരിഞ്ഞിരുന്നു. അപ്പോഴേക്കും ചെറിയേതോ പാത്രത്തിൽ ഉസ്താദ് എന്തോ കൊണ്ടുവന്നു. ഉസ്താദ് എൻ്റെ അടുക്കലിരുന്ന് പതിയെ മരുന്ന് പുരട്ടി തന്നു. മരുന്ന് പെട്ടെന്ന് പിടിക്കാനാണെന്ന് തോന്നുന്നു. ഉസ്താദ് മുറിയിലെ ഫാനിട്ടു. റൂമിലെ ചൂടും തണുത്ത കാറ്റും എനിക്ക് കൂടുതൽ ആശ്വാസവും മറ്റെന്തൊക്കെയോ തോന്നാനും തുടങ്ങി. പിന്നെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഉസ്താദെ, ഫാനൊന്ന് ഓഫാക്കുമോ? എന്താ, എന്തു പറ്റി? അത് തണുക്കുന്ന പോലെ, ഞാൻ പറഞ്ഞു. അത് പിന്നെ മുറിവിൽ വേഗം മരുന്ന് പിടിച്ചോളും. പോകാൻ നേരം ഒരു മന്ത്രം ജപിച്ച് തരാം. പിന്നെ കുഴപ്പമില്ല. 3 ദിവസം ആവർത്തിക്കേണ്ടി വരും. മുടക്കാൻ പാടില്ല, പ്രത്യേകിച്ച് മന്ത്രം. ഞാൻ സമ്മതം മൂളി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഇതുപോലെ പാടുകളുണ്ടോ എന്ന് ഉസ്താദ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. എങ്കിൽ അവിടെ മരുന്ന് തേക്കാം എന്നായി ഉസ്താദ്. ഞാൻ തേച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും എന്തോ വേണ്ടെന്ന് വെച്ചു. ഇത്രയും ആയില്ലേ, വേഗം ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതിയെന്ന ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ
ഉസ്താദ് മരുന്നെല്ലാം നല്ലപോലെ പുരട്ടി തന്നു. എനിക്കെന്തോ പേടി തോന്നി. ഞാൻ ഇക്കയെ നോക്കിയപ്പോൾ ഇക്ക ഫോണിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കുന്നു പോലുമില്ല. എന്താ മോള് നോക്കുന്നത്? ഉസ്താദ് എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ ചെറിയ സങ്കടത്തിൽ തല താഴ്ത്തിയിരുന്നു. എന്താ മോളെ, ഇക്ക ഇങ്ങോട്ട് വിളിക്കണോ? എൻ്റെ സങ്കടം കണ്ട് ഉസ്താദ് എന്നോട് ചോദിച്ചു. വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ അയാൾ. എന്നെ ഇങ്ങനെ ഒരാളുടെ അടുത്തിരുത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതെനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ തോന്നിയതാ. മോളെ വിഷമിക്കണ്ട, അവൻ അവിടെ ഇരുന്നോട്ടെ. മോളുടെ അസുഖമെല്ലാം ഞാൻ മാറ്റിത്തരാം. ഉസ്താദ് വീണ്ടും മരുന്ന് പുരട്ടാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇക്കയെ നോക്കിക്കൊണ്ടിരുന്നു. മരുന്ന് പുരട്ടൽ അതിന് കടക്കാൻ തുടങ്ങി. ആ സമയം ഉസ്താദ് എന്നോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? അവനവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ നിനക്ക് പ്രശ്നം? ഞാനൊന്ന് മൂളി. എന്നെ നോക്കി ചിരിച്ച് ഉസ്താദ് നേരെ അവിടെ നിന്നും പേനയും പേപ്പറും എടുത്ത് അതിലെന്തൊക്കെ എഴുതിക്കൊണ്ട് ഇക്കയുടെ അടുത്തേക്ക് പോയി. ഫോണിൽ മുഴുകിയിരിക്കുന്ന ഇക്കയെ തട്ടി വിളിച്ച് ഉസ്താദ് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ആരോ നല്ല കൂടത്രം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ എല്ലാം കണ്ടു. ഉസ്താദ് പറഞ്ഞത് കേട്ട് ഇക്ക കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഉസ്താദിനോട് ചോദിച്ചു, ആരാ ചെയ്തത്? നിന്റെ ബാക്കിക്കാർ, അല്ലാതാരാ? എൻ്റെ ബാക്കിക്കാരോ? ആ അതെ. ആരാ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നീ പോയി 2 തേങ്ങയും തിരിയും പിന്നെ ഈ പേപ്പറിൽ കാണുന്ന എല്ലാം വാങ്ങിയിട്ട് വാ. നമുക്ക് ഇപ്പോൾ തന്നെ അത് ബദലാക്കണം. ഇക്ക ഉസ്താദിൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ വണ്ടി എടുത്തു പോയി. അവൻ പോട്ടെ മോളെ, എനിക്കെല്ലാം മനസ്സിലായി. ചില ആണുങ്ങളെല്ലാം ഇങ്ങനെയാ. പെണ്ണുങ്ങൾക്ക് എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. മോള് വാ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. ഉസ്താദ് അതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ എല്ലാ രോഗവും ഉസ്താദ് മാറ്റാൻ തുടങ്ങി. എല്ലാം ഏകദേശമായപ്പോൾ ഇക്ക ഉസ്താദ് പറഞ്ഞ സാധനങ്ങളുമായി തിരിച്ചു വന്നു. ഇക്കയെ പറ്റിക്കാൻ അത് വാങ്ങി ഉസ്താദ് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു. അവസാനം പുറത്തു കൊണ്ടുപോയി തേങ്ങയും ഉടച്ചു. എല്ലാം കഴിഞ്ഞ് ഉസ്താദ് ഇക്കയുടെ മുന്നിൽ വെച്ച് എന്നോട് ചോദിച്ചു, മരുന്ന് ഉണങ്ങിയോ ശരിക്കും? ഉണങ്ങി. താങ്ക്സ് ഉസ്താദേ, ഞാൻ പറഞ്ഞു. എന്തിനാ താങ്ക്സ്? അത് ഇങ്ങനൊരു മരുന്ന് തന്നതിന്, എല്ലാം ചെയ്ത് ഞങ്ങളെ സഹായിച്ചതിന്. അതിൻ്റെ കടമയല്ലേ മോളെ. മരുന്ന് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ചെറുതായി, എന്നാലും സാരില്ല. മരുന്ന് കുടിക്കാൻ പറ്റിയല്ലോ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇനി 2 നാൾ കൂടി വരണം, എന്നാലേ മന്ത്രത്തിന് ഫലമുണ്ടാകൂ. ആ ശരി ഉസ്താദേ. അങ്ങനെ ഞാനും ഇക്കയും ഉസ്താദിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഉസ്താദിനെ തിരിഞ്ഞു നോക്കി. അപ്പോഴാ മുഖത്തെ കള്ളച്ചിരി ഞാൻ കണ്ടു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ പച്ചക്കായി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ ഇതുപോലുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂട്ടോ, അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. അപ്പോൾ അത് കേൾക്കാനായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതിയേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.